ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു പഴമാങ്ങാക്കറി വെക്കാം. പഴമാങ്ങാക്കറി വെക്കാൻ ഞാനൊരു 4 പഴമാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം തൊലി ചെത്തിയാണ് വെച്ചിരുന്നത്, അത്രയ്ക്ക് പഴുത്തിട്ടില്ലായിരുന്നു. അതിലേക്ക് 2 പച്ചമുളക്, ഒരു 1/2 സ്പൂൺ, ഇത് പിരിയമുളക് പൊടിയാണ്, 1/2 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ചെറിയ കഷ്ണം ശർക്കര, ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വെന്തെടുക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അത് വേകുന്ന സമയത്ത് നമുക്ക് ഇതിനുള്ള അരപ്പ് അരച്ചെടുക്കാം. അരയ്ക്കാനായിട്ട് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു നുള്ളു ജീരകം, ചുവന്നുള്ളി, ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങ എല്ലാം ഒന്ന് എടുത്തിട്ട് വരാം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനാവശ്യമുള്ള ഉപ്പൂടെ ചേർത്തേക്കാം. ഒന്ന് ഇളക്കി വെക്കാം. ആ തേങ്ങ ഞാൻ നന്നായിട്ട് അരച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതാ ഇത്രയും തൈര് ആ തേങ്ങ അരച്ച ജാറിലേക്കിട്ടൊന്ന് കറക്കി എടുത്തിട്ട് വരാം. ഇപ്പം ഈ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് അരപ്പ് ചേർക്കാം. ചട്ടിയിലായതുകൊണ്ട് ചൂട് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ തീ ഒന്ന് തീരെ കുറച്ചിട്ടിട്ടുണ്ട്. ഇത് അരപ്പ് ചേർക്കുകയാണ്. അരപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പം തിളച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇതിൻ്റെ തിളയൊന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഈ തൈര് ഒഴിക്കാം. ഒത്തിരി ചൂടോടുകൂടി ഒഴിച്ചാൽ പിരിഞ്ഞു പോകും. ആ തിളയ്ക്കുന്നതൊക്കെ നിന്നിട്ടുണ്ട്. നമുക്ക് തൈര് ഒഴിക്കാം. ഉപ്പൊക്കെ പാകത്തിനാണെന്ന് നോക്കിയിട്ട് നമുക്ക് കറി ഒന്ന് താളിച്ചിടാം. അത് ചട്ടി ചൂടാക്കിയിട്ട് എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുകിടാം. 1 ടീസ്പൂൺ കടുക് പൊട്ടിയിട്ടുണ്ട്. ചുവന്നുള്ളി ഇടാം. വറ്റൽമുളക് മുറിച്ചിടാം. കറിവേപ്പില ഇടാം. ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു മുളക് പൊടി ഇടാം. കറിയിലേക്ക് ചേർക്കാം. ഇതപ്പം തന്നെ ഇളക്കാതെ ഒന്ന് മൂടി വെച്ചിട്ട് കറി എടുക്കാൻ നേരത്തെ ഇളക്കിയാൽ മതി. ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ഈ കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.